ഹൈ ബേബ്സ്, വെൽക്കം ബാക്ക്. വിക്ഡ് ഗെയിമിൻ്റെ 5th എപ്പിസോഡ്. പനി മാറിയിട്ടില്ല, അതുകൊണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് ഇത് പിന്നെ ഓർമ്മിപ്പിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജലസി പ്ലസ് വിഷമത്തിൽ നമ്മുടെ താൻ ഭയങ്കരമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ബോസും ഫേനും അവിടെ തന്നെ ഉണ്ട്. താന് ഭയങ്കരമായിട്ട് പാടുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവർ രണ്ടും ഇവൻ ഇതുവരേക്ക് ഈ ഒരു കോലത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ, മൊത്തത്തില് കൈവിട്ടു പോയോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ താനും പാടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു. എന്നിട്ട് പാവം ഭീമനാണ് മെസ്സേജ് അയക്കാൻ നോക്കുന്നത്. നിന്റെ തീരുമാനം മാറ്റിയെങ്കിലോ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അയക്കാൻ മനസ്സ് വരുന്നില്ല. അടുത്ത സീനില് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭീമിനെയും ജെയ്സനെയാണ് കാണുന്നത്. ഭീമിന്റെ അച്ഛൻ നോക്കി വെച്ചിരുന്ന ഇൻവെസ്റ്ററെ ഇവരുടെ ഭാഗത്താക്കി. അപ്പൊ അച്ഛൻ പെട്ടെന്ന് മറ്റൊരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാനാണ് ചാൻസ് എന്നാണ് ജെയ്സൺ പറയുന്നത്. പക്ഷെ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും അച്ഛനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാൻ വേണം. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭീമിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇവരുടെ വഴിക്കാക്കാൻ പറ്റുന്നു. ഇവർക്ക് തനേജ് ഹോസ്പിറ്റലിൽ പാർട്ടാവാൻ പറ്റും. അത് ഇവരുടെ ആവുന്നുള്ള രീതിക്കാണ് സംസാരിച്ച് ചിയേഴ്സ് അടിക്കുന്നത്. അങ്ങനെ അടുത്ത സീൻ കണ്ടിട്ട് ഞാൻ ലിറ്ററലി നോ എന്ന് സ്ക്രീം ചെയ്തു. ഭാഗ്യത്തിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഫൈനൊക്കെ ഒഴിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തോ ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു. അടുത്ത സീനിൽ ആൻറ്റി ക്ലിനിക്കിലേക്കാണോ എന്തോ നടന്നിരുന്നുണ്ട്. ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ട്. ഇത് താനെ വിളിച്ച് പറയുന്നുണ്ട് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. ദാ വരുന്നു താന്. ആൻറ്റി പേടിച്ച് ക്ലിനിക്ക് ഓപ്പൺ ആക്കി അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷെ ആള് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആൻറ്റി അവിടെ പേടിച്ച് നിലത്ത് വീണു പോന്നു. അങ്ങനെ ഈ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഭീമ് ഇതൊന്നും അറിയാതെ ആ ചെറുക്കൻ്റെ പാൻ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൊമാൻറ്റിക് ആയിട്ട്. ബട്ടൺസ് അഴിക്കുന്ന സമയത്താണ് ഭീമിനൊരു കോൾ വരുന്നത്. താനായിരിക്കണം ആൻറ്റീനെ കുറിച്ചാണ്. അവിടെ പേടിച്ച് ടെൻഷനായിട്ട് അർജന്റ് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ആകെപ്പടെ പേടിച്ച് ക്ലിനിക്കിലേക്ക് വരുമ്പം താനാണെങ്കിൽ എന്തോ മണ്ടയ്ക്ക് കയറ്റി വെച്ചാണ് കാണാൻ ഒരുമാതിരി ഒരു വല്ലാത്ത നിപ്പ് നിൽക്കുന്നത്. ആൻറ്റി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, റിപ്ലൈ ഇല്ല. ചെറ്റിൻ്റെ ആളാണോ ഫോളോ ചെയ്ത് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്, റിപ്ലൈ ഇല്ല. ഭീമ അകത്തേക്ക് കയറാൻ നോക്കുന്ന സമയത്താണ് ആൻറ്റി രണ്ടുപേരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. അവരെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. ഇവൻ പേടിച്ച് ആൻറ്റീൻ്റെ അടുത്ത് ഓക്കെയാണോന്ന് ചോദിക്കുമ്പം എനിക്കെന്ത് കുഴപ്പം, ഞാൻ ഓക്കെയാണെന്ന് ആൻറ്റി. ചെറ്റിൻ്റെ ആള് ഫോളോ ചെയ്ത് വന്നാല് എങ്ങനെ ഓക്കെ ആവാന്ന് പറഞ്ഞ് ഭീമിന് ഭയങ്കര ടെൻഷൻ. എടാ നിക്ക്, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. താൻ്റെ അടുത്ത് നിന്നോട് പറയാൻ ഞാൻ അപ്പം തന്നെ പറഞ്ഞതാണല്ലോ എന്ന് ആൻറ്റി. ഭീമ അങ്ങനെയേ താനെ നോക്കുമ്പം താനാണെങ്കിൽ ഒന്നും അറിയാത്ത കണക്ക് മറന്നുപോയിന്ന്. ശരിക്കും പറഞ്ഞാല് ഒരാളുടെ വൈഫിന് എന്തോ സുഖമില്ലാണ്ടായിട്ട് ആളാണ് ആൻറ്റി ഡോക്ടർ ആയതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അയാള് സ്റ്റോക്ക് ചെയ്യുന്ന പോലെയാണ് ആൻറ്റിക്ക് തോന്നിയത്. പക്ഷെ സംഭവം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം മനസ്സിലാക്കിയിട്ട് എന്ത് പണിയാടാ കാണിച്ചെന്നുള്ള രീതിക്ക് ഭീമ അങ്ങനെയേ താനെ ഒന്ന് നോക്കും. താനാണെങ്കിൽ എന്തോ മറന്നു വെച്ചു എന്നുള്ള രീതിക്ക് അവിടെ നിന്നൊക്കെ ഇറങ്ങി പോവാണ്. ഭീമും പുറകെ തന്നെ പോകുന്നുണ്ട്. നിക്ക്, എന്തുകൊണ്ടാ നീ അത് തെറ്റിദ്ധാരണയാണെന്ന് എൻ്റെ അടുത്ത് പറയാത്തത് എന്ന് ഭീമ്. അത് പിന്നെ ഞാൻ മറന്നുപോയിന്ന് താന്. പിന്നെ കണ്ടാലും മതി എന്നുള്ള രീതിക്ക് ഭീമ ഒരു നോട്ടം നോക്കുമ്പം പിന്നല്ലാതെ ഞാൻ സാധാരണ ഒരു മനുഷ്യനല്ലേ, എനിക്ക് മറക്കാനൊന്നും പാടില്ലേ എന്ന് ഭീമ്. താന് എന്ത് പറ്റി, നിന്റെ സെക്സി ഡേറ്റ് ഞാൻ റൂയിൻ ചെയ്തോ? ബാ, ഞാൻ തന്നെ വേണമെങ്കിൽ കൊണ്ടുവിടാന്ന്. എന്നിട്ട് വല്ലാത്തൊരു കള്ള നോട്ടം നോക്കുന്നുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും ജലസായിട്ടാണ് ചെയ്തത് എന്ന്. ഭീമ അങ്ങനെയേ ഒന്ന് നോക്കിയിട്ട് ജലസായിട്ടാണോ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഞാനതിനെ ജലസാവുന്നത് അല്ലേ തന്നെ ഞാൻ എങ്ങനെ ജലസാവും? നീ ഒരു ബോസും ഞാനൊരു എംപ്ലോയി അല്ലേ എന്ന് താന്. ഭീമ അങ്ങനെയേ നിന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്തിനിങ്ങനെ നോക്കുന്നേന്ന് താന്. നീ ജലസാവുമ്പോഴേ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞ് കവളോടാൻ വരുമ്പം കൈപിടിച്ച് മാറ്റുന്നുണ്ട്. താ നോക്ക്, ഞങ്ങൾ തമ്മിൽ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ളതിനെക്കാട്ടും മേലായിട്ട് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു ഒരേപോലത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലാതെ ലവ് അല്ല. ഇതൊക്കെ നീ എന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത്? ഇതൊന്നും എനിക്കറിയാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് താന്. പക്ഷെ എനിക്കത് ക്ലിയർ ആക്കണമെന്ന് തോന്നി, എന്നാലേ നിന്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആവുള്ളൂ എന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഭീമ പറയുമ്പം താൻ അങ്ങനെയൊന്ന് നോക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ജസ്റ്റ് കണ്ടുകൊണ്ട് വല്ലാത്തൊരു അഫർമേഷൻ കൊടുക്കുന്നുണ്ട്. താനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുന്നുണ്ട്. പെട്ടെന്ന് നിന്നിട്ട് നീ ഇപ്പൊ വീട്ടിലേക്കാണോ ഞാൻ കൊണ്ടുവിടണമെന്ന് ഒരു ചോദ്യം. താൻ അങ്ങനെ നിന്നിട്ട് കയ്യും കെട്ടി ചെറുതായിട്ടൊന്ന് അവനെ നോക്കി ചിരിച്ച് പുറകെ പോകുന്നുണ്ട്. ഈ ഒരു സീൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ റിസ അവളുടെ ബോഡി ഗാർഡിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം റെഡിയാണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ നമ്മളിത് ചെയ്യുന്നത് ഭീമിൻ്റെ പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ തനേജിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന കണക്കല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഭീമിൻ്റെ പ്ലാനിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് റിസ. ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഫണ്ട്സ് ഒക്കെ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്ത് ലീക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ അച്ഛനും മോനും കിട്ടുന്നുണ്ട്.
ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ഫണ്ട് തിരിച്ചു ചോദിക്കുകയാണ്. നഷ്ടം ഉണ്ടാകുന്നിടത്ത് നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു ഫണ്ട്സ് ഒക്കെ തിരിച്ചു മേടിക്കുന്നത് കാണുന്ന ചെറ്റ് എപ്പോഴത്തേം പോലെ ഭ്രാന്ത് പിടിച്ച കണക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചവിട്ടുകൂട്ടി എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ഭീമാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് റിസ വന്നിട്ട് അച്ഛനെ ഒരാളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. പോയി നോക്കുമ്പോ ഭീമാണ്. ചെറ്റിനെ വരുന്ന ദേഷ്യം, നിന്റെ അടുത്ത് ആരെ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞെന്നും പറഞ്ഞ് അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും താന് ഭീമനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. ചെറ്റിനെ അവന്റെ ബോഡിഗാർഡ്, ആളുടെ പേര് പാർക്ക് എന്നാണ്, പിടിച്ചു വെക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ ഇത്രയും എപ്പിസോഡായിട്ട് ഫസ്റ്റ് ടൈമാണ് ചെറ്റ് പാർക്കിനെ പാർക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ജെയ്സനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ഓഫർ തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഭീമ പറയുമ്പോഴേക്കും ഇവനെ പുറത്താക്കുമെന്ന് പാർക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവനെ പോലെ ചതീനെ ഒന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് ഭീമനോട് നമുക്ക് ഓഫീസിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഭീമനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഭീമാണെങ്കിൽ ചെറ്റിനെ നോക്കി ഭയങ്കരമായിട്ട് വെറുപ്പാക്കിയിട്ടാണ് പോകുന്നത്. ആദേശം അവൻ കാണിക്കുന്നത് അവിടെ നിൽക്കുന്ന റിസേൻ്റെ അടുത്ത്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച്. നമ്മുടെ ഹോസ്പിറ്റലിന് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് റിസ. നമ്മുടെ ഹോസ്പിറ്റലോ, നീയും അവനും ഒരേപോലെയാണ്, മിസ്ട്രസിന്റെ മക്കളാണ് എന്നും പറഞ്ഞ് അവളെ വല്ലാണ്ടങ്ങ് അപമാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് റിസ, ഈ ENT ഡിപ്പാർട്ട്മെന്റ് ഏത് ഫ്ലോറിലാ? ഇവിടെ നിങ്ങളുടെ ഒരു നായ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു എന്ന് ചെറ്റിനെ ഉദ്ദേശിച്ച് താൻ പറയുന്നുണ്ട്. അത് ചെറ്റിനെ നന്നായിട്ട് തന്നെ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനെ കുറിച്ചാണ് നീ പറയുന്നതെന്നുള്ള രീതിക്ക് ചെറ്റ് ചോദിക്കുന്നതിന് പുറകീന്ന് കടിക്കുന്ന ഒരു നായയും പിന്നെ ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്ക് കൊടുത്ത ആളെ വിട്ട നായയാണെന്ന് താൻ പറയുന്ന കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ചെറ്റ് ഓർന്നു പോവാണ്. ഇവിടെ ഭീമ അച്ഛൻ്റെ അടുത്ത് ജെയ്സന്റെ ഓഫറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ അച്ഛൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ജെയ്സൺ തരും, കൂടെ തന്നെ ഇതുപ്രകാരം 20% എക്സ്ട്രാ പ്രോഫിറ്റ് അച്ഛനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നീയാണ് ജെയ്സൺ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒരു പുറമേയുള്ള ആൾക്ക് ഇതൊക്കെ കൊടുക്കാന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് അച്ഛൻ പറയുമ്പം എനിക്ക് ഈ ഹോസ്പിറ്റലിന്റെ സക്സസ് ആവണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത്, എനിക്ക് എത്രത്തോളം ഈ ഹോസ്പിറ്റലിൽ വേണം എന്നുള്ളത് എന്നോട് കാണിക്കാൻ പറഞ്ഞു, അതാണ് ഞാൻ കാണിക്കുന്നത് എന്ന് ഭീമ്. പുറമേയുള്ള ആൾക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതാണോ നിന്റെ കഴിവ് എന്നുള്ള രീതിക്ക് അച്ഛൻ കളിയാക്കി ചോദിക്കുമ്പം ജെയ്സൺ പുറമേ നിന്നുള്ള ആളാണ്, അച്ഛൻ അവനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ അച്ഛൻ്റെ മകനാണ്, എന്നെ വിശ്വസിക്കാം, ഒരാൾക്കും നമ്മുടെ ഹോസ്പിറ്റല് പുറത്തുള്ള ഒരാൾക്ക് ഞാൻ കൊടുക്കത്തില്ല എന്ന് ഭീമ പറയുന്നുണ്ട്. പോരാത്തതിന് അച്ഛന് കൂടുതലായിട്ട് ചോയ്സസ് ഒന്നും ഇല്ല എന്നും അച്ഛൻ ചെറുതായിട്ടൊന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്ത സീനില് അച്ഛൻ വന്നിട്ട് അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാൻ പറയുന്നുണ്ട്. ജെയ്സന്റെ കൂടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് അനൗൺസ് ചെയ്യാണ്. ഇത് കേട്ടിട്ട് ചെറ്റിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്ന് അച്ഛൻ. ഈ ഒരു കാര്യം നടന്നതിന്റെ ക്രെഡിറ്റ് മൊത്തം റിസയ്ക്കാണ്. എന്റെ അഡ്വൈസ് ആയിട്ട് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അവളാണ്, അതുകൊണ്ടാണ് ഇത്ര വലിയൊരു കാര്യം നടന്നത് എന്ന് ഭീമ പറയുമ്പം അച്ഛൻ അവളുടെ അടുത്ത് തനേജിന്റെ റെപ്രസെന്റേറ്റീവ് ആവാനും ജെയ്സന്റെയും തനേജിന്റെയും കാര്യങ്ങൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനും അവളെ ഏൽപ്പിക്കുന്നുണ്ട്. കൂടാതെ ഭീമിന്റെ മുന്നത്തെ പോസ്റ്റ് പ്ലാനിങ് സ്ട്രാറ്റജിക് ഡിപ്പാർട്ട്മെന്റ് അതിലേക്ക് അവളെ ആക്കുന്നുണ്ട്. അതായത് ഭീമിന് പകരം അവളെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് അവൾക്ക് വലിയൊരു അംഗീകാരമാണല്ലോ, അതുകൊണ്ട് അവള് ഹാപ്പിയാണ്. ചെറ്റാണ് ദേഷ്യം പിടിച്ച് നിൽക്കുന്നത്. ഭീമ മെയിനായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോട്, ഈ ഒരു ഹോസ്പിറ്റല് ഡ്രഗ്സിന്റെ ഹബ്ബാക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന്. ചെറ്റതാണല്ലോ ചെയ്യുന്നത്, അത് സൂചിപ്പിച്ച്, അതുകൊണ്ടായിരിക്കണം മെയിനായിട്ട് അച്ഛൻ ഇതിനെ സമ്മതിച്ചത്. അത് ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി. അടുത്ത സീനില് അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ ബോഡിഗാർഡ്, ആളുടെ പേര് ധനായി എന്നാണ്, ശരിക്കും ഭീമിനെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചോ, അവനെ വിശ്വാസം ഉണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നതിന് ഭീം എൻ്റെ മകനാണ്, അവനെ വിശ്വസിക്കാൻ അതിൽ കൂടുതലായിട്ട് വേറൊരു റീസണും വേണ്ടെന്ന് അച്ഛൻ. ഇങ്ങനൊരു ജാതി മനുഷ്യൻ തന്നെ. അടുത്ത സീനില് ഭീമൻ താനും പോവാൻ നിൽക്കാണ്. അപ്പോഴാണ് ദേഷ്യത്തില് ചെറ്റും പാർക്കും വരുന്നത്. നീ തനേജ് നശിപ്പിക്കാൻ നോക്കാണോ എന്ന് ചെറ്റ് ചൂടാവുമ്പം അതെന്തിനാ ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, തനേജ് എന്നതാവാൻ പോവല്ലേന്ന് ഭീമ ചൂടാവുമ്പം ചെറ്റ് തിരിച്ച് ചൂടാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും താൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഹോസ്പിറ്റലിൽ നശിപ്പിക്കുന്നതിനെ കുറിച്ച് നീ സംസാരിക്കരുത്, നീയാണ് ഇവിടെ ഡ്രഗ്സ് വിൽക്കുന്നത്, അതുമാത്രമല്ല എന്നെയും ഫ്രെയിം ചെയ്തു എന്ന് താന്, നീ ഇവിടെ സംസാരിക്കാൻ വരണ്ടെന്ന് ചെറ്റ്. നീ നോക്കിയിരുന്ന് കണ്ടോന്ന് ചെറ്റിൻ്റെ അടുത്ത് പറയുമ്പം എന്താ നോക്കിയിരുന്ന് കണ്ടത്, വീണ്ടും എന്നെ കൊല്ലാൻ ആളെ വിടാനാണോ? നോക്ക് ചേട്ടാ, നീ വെറും യൂസ്ലെസ് ആണ്, എന്നെ കൊല്ലാൻ എന്തായാലും നീ തോറ്റുപോയി, അടുത്ത പ്രാവശ്യമെങ്കിലും ആരെങ്കിലും കൊല്ലുമ്പം പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. എങ്ങനെ, നീ സെനറ്ററെ കൊന്നാണക്കോ? ഞാൻ അയാളെ കൊന്നിട്ടില്ല, വെറുതെ കുറ്റം ആരോപിക്കരുത് എന്ന് ചെറ്റ്, സോറി ഭീമ്. താൻ ജസ്റ്റ് ഒന്ന് ഭീമിനെ നോക്കിയിട്ട് ശരിയാണ്, പ്രൂഫ് ഇല്ലാതെ പറയരുത്, സെനറ്ററുടെ മരണത്തെക്കുറിച്ച് പേഴ്സണലായിട്ട് അന്വേഷിക്കുന്നത് ഭീമ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. എന്ത് കോമഡിയാടാ നീ പറയുന്നതെന്നുള്ള രീതിക്ക് ഒന്ന് ചിരിച്ചിട്ട്, നീ ഇപ്പോഴും അവനെ വിശ്വസിക്കുന്നുണ്ടോ? ഏതാ ചെറിയ കുട്ടിക്ക് അറിയാം അത് അവനാ ചെയ്തതെന്ന് എന്ന് ചെറ്റ് പറയുമ്പം
ഭീമ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം. നിന്നെ കൊണ്ട് ഒരു യൂസും ഇല്ലാതാവുമ്പം ഭീമ നിന്നെയും ഉപേക്ഷിക്കും എന്നും പറഞ്ഞ് ചെറ്റ അവിടുന്ന് പോകുന്നുണ്ട്. താന് ഭീമിനെ നോക്കുന്നു. ഭീമ അവനെയും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം താൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഭീമിന്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇന്നിങ്ങോട്ടേക്ക് വരണ്ട, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നും പറഞ്ഞ്. അത് നോക്കി ഒരുമാതിരി വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ബോസും ഫെയിനും അങ്ങോട്ടേക്ക് വരുന്നത്. വൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. വൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാർമസിസ്റ്റ്. ആളൊരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് കയറുന്ന ഒരു CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് ഫെയിൻ പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന്. പുതിയതായിട്ട് ഇവർക്കൊരു പോലീസ് ചീഫ് വന്നിട്ടുണ്ട്. ആളെ കണ്ടിട്ട് വളരെ നല്ല മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. വന്നപാടെ തന്നെ പോലീസിൽ മൊത്തത്തിലൊരു ക്ലീനപ്പ് നടത്തണമെന്നാ പറയുന്നതെന്നൊക്കെ ഇവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറയുമ്പം താൻ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നല്ല കേട്ടോണ്ടിരിക്കുന്നത്. ചേടാ നിനക്ക് ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് അടുത്ത് വന്നിട്ട് നിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞു നീ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നെ തിരിച്ച് പോലീസിലേക്ക് എടുക്കാന്ന്. ഇത് കേൾക്കുമ്പോൾ താൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അവന് തിരിച്ച് പോലീസിൽ പോവാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഗോളായിട്ട് കൊണ്ട് നടക്കുന്നത്. വളരെ ആവേശത്തില് ഭീമിന്റെ അടുത്ത് വന്ന് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ആ മാനേജറെ കണ്ട കാര്യവും CCTV ഫുട്ടേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭീമാണെങ്കിൽ താൻ വന്നു പോകുന്നതില് ഞാൻ ഭയങ്കര ബിസിയാണ്, നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം എന്നാണ് പറയുന്നത്. കണ്ടാലും ഭയങ്കര ടയർഡായിട്ടുള്ള ആൾക്കാണ് ഉള്ളതും. പക്ഷെ താൻ ഭയങ്കര ഹാപ്പി ആയിട്ടും ആവേശത്തിലുമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ചെറ്റിന്റെ ആ ഒരു ഡ്രഗ് കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിച്ച ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നൊരു ദിവസം സംസാരിക്കാന്ന് ഭീം. അപ്പോഴാണ് താൻ പറയുന്നത് അവന് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെയും പോലീസിൽ ചേരാൻ പറ്റുന്നു. അതിന് താൻ ചെറുതായിട്ടൊന്ന് ഹാപ്പി ആവുന്നുണ്ട്. അതിനെക്കുറിച്ച് ഉറപ്പായിട്ട് ഞാൻ അന്വേഷിച്ച് നിനക്ക് ഡീറ്റെയിൽസ് തരാമെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാണ്, പിന്നെ ഒരു ദിവസം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആരവിടെ വന്നേന്ന് ചോദിച്ച് ബാത്റൂമിൽ നിന്ന് ജെയ്സൺ ഇറങ്ങിയിരുന്നത്. അത് കാണുമ്പം താൻ്റെ ഫേസ് ആകെപ്പടെ അങ്ങ് മാറുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിഷമത്തില് ഭീമിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ശരിക്കും ബിസിയാണ്. ഓക്കെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണ നടന്ന ടെൻഷനില് ഭീം താൻ്റെ പുറകെ പോകാൻ നോക്കുന്നുണ്ട്. താനാണെങ്കിൽ നിൽക്കുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ജെയ്സൺ വന്നിട്ട് അവനെ പിടിച്ചു നിർത്തുവാണ്. ജെയ്സന് താനെ ഇഷ്ടമല്ല, താനെ ജെയ്സനെ ഇഷ്ടമല്ല. ഭീമിനെ പിടിച്ചു നിർത്തിയിട്ട് അവനെത്തിനെ അവിടെ വന്നേന്ന് ചോദിക്കുമ്പം അതെനിക്കൊരു മെസ്സേജ് കൊണ്ടുത്തരാൻ വേണ്ടി വന്നതാണെന്ന് ഭീം. ജെയ്സൺ ഒരുമാതിരി വല്ലാത്തൊരു ദേഷ്യത്തില് ജലസൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പം അതെ ഉറപ്പാണ് എന്ന് ഭീം. താൻ ഭയങ്കര വിഷമത്തില് അവിടുന്ന് പോകുന്നുണ്ട്. നേരെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ആദ്യം മുതലേ ഈ പണക്കാരെ നമ്മളെ യൂസ് ചെയ്തേ ഉള്ളൂ എന്നുള്ള ഒരു തെളിച്ചം താൻ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണോ എന്തോ. അത് മാത്രല്ല പലപ്പോഴും ഭീമിന്റെ അടുത്തുനിന്ന് തന്റെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാനാണ് താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ടാവണം കുറച്ച് കൂടുതലായിട്ട് വിഷമാവുന്നുണ്ട്. പോരാത്തന്നെ ചെറ്റ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. കാര്യം കഴിയുമ്പം അവൻ നിന്നെ വലിച്ചെറിയെന്ന് പറഞ്ഞത്. അതും ആലോചിച്ച് വിഷമിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ റിസേന്റെ ബോഡി ഗാർഡ് അങ്ങോട്ടേക്ക് വേറൊരു പെണ്ണിനെ കൂട്ടി വരുന്നത് കാണുന്നത്. മറ്റേ പെണ്ണ് മാറിപ്പോകുമ്പം അവളുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. ശരിക്കും സെനറ്റർ മരിക്കാനുള്ള കാരണം റിസയും ഭീമും ആണോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. ഞാൻ അറിയണ്ടാത്ത കാര്യമായോണ്ടായിരിക്കും എൻ്റെ അടുത്ത് പറയാത്തത്. അപ്പം ഞാനത് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന്. അതല്ല, അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മോശപ്പെട്ട ആൾക്കാരില്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതൊക്കെ മോശമല്ലേ എന്നുള്ള രീതിക്ക് താൻ പറയുമ്പം നിനക്ക് ഇന്നസെന്റ് ആയിട്ടും നല്ലവനായിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിവിടെ പറ്റത്തില്ല. കാരണം ഇത് 100 ബില്യൻ്റെ ഒരു ഹോസ്പിറ്റലാണ്. അതിന് വേണ്ടിയിട്ടുള്ള പവർ സ്ട്രഗിളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും കൈ ഡേട്ടി ആയിരിക്കും. പിന്നെ ജസ്റ്റ് റിസ ചെറ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഡ്രഗ് കേസ് എടുത്തിട്ടത്. അവൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഭീമിനെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടാവുന്നത്. അപ്പോൾ ചെറ്റിൻ്റെ കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡ്രഗ് കേസ് എടുത്തത് എന്നുള്ള രീതിക്ക് അത് താനിന് ഒരുമാതിരി വല്ലാത്തൊരു ഷോക്കാണ്. കാരണം ഭീം അവൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഡ്രഗ്സ് എടുക്കുന്നതും കൊണ്ട് നാട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതിൽ നിന്ന് ചെറ്റിനെ മാറ്റി നിർത്തി നമുക്ക് നാട്ടുകാരെ രക്ഷിക്കണം എന്നുള്ള രീതിക്കായിരുന്നല്ലോ പറഞ്ഞത്. ലൈക്ക് ഒരു നല്ല കാര്യം ചെയ്യുന്ന രീതിക്ക്. അതുകൊണ്ടാണോ എന്തോ വല്ലാത്തൊരു വികാരത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് 25 മിനിറ്റത്തെ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ 56 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇനിയും 36 മിനിറ്റിന്റെ കഥ പറയാനുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും 30 മിനിറ്റ് കഴിഞ്ഞു പോവും. അത് നമുക്ക് കുറച്ച് റിസ്ക് ആണ്. പോരാത്തതിന് എൻ്റെ തൊണ്ടയും പരിഗണിച്ച് നമുക്ക് തൽക്കാലം ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി 5th എപ്പിസോഡിന്റെ 2nd പാർട്ടിൽ കാണാം.